പുന്നയൂർ പഞ്ചായത്ത് അവഗണിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി. അവയൂർ നൂറുൽ ഹുദ മദ്രസയിൽ വെള്ളിയാഴ്ച രാത്രിയാണ് ക്യാമ്പ് ആരംഭിച്ചത്. എടക്കര പനന്തറ 7-ാം വാർഡിലെ 9 കുടുംബങ്ങളിൽ നിന്നായി 19 പേരാണ് ക്യാമ്പിലുള്ളത്. ഇതിൽ ഗർഭിണികളും കിടപ്പിലായ രോഗികളും ഉൾപ്പെടും. ഏതാനും കുടുംബങ്ങൾ കൂടി ക്യാമ്പിലേക്ക് താമസം മാറും. ഇവർക്കുള്ള ഭക്ഷണവും മറ്റ് സൌകര്യങ്ങളും നാട്ടുകാരാണ് ഒരുക്കുന്നത്. ആരോഗ്യവകുപ്പ് അധികൃതർ എത്തി ക്യാമ്പ് അംഗങ്ങൾക്ക് വൈദ്യപരിശോധന നടത്തുന്നുണ്ട്. വെള്ളക്കെട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ മാറ്റി താമസിപ്പിക്കാൻ പഞ്ചായത്ത് തയ്യാറാകണമെന്ന് നാട്ടുകാരും UDF മെമ്പർമാരും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പഞ്ചായത്ത് തയ്യാറായിരുന്നില്ല. വീട്ടിലെ വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെയുള്ളവയെ വിട്ട് 15 കിലോമീറ്റർ അകലെയുള്ള ഷെൽട്ടറിൽ പോകാൻ പ്രയാസമാണ് എന്നറിയിച്ചെങ്കിലും വഴങ്ങിയിരുന്നില്ല. ഇതേ തുടർന്നാണ് വാർഡ് മെമ്പർ ഷെരീഫ കബീറും നാട്ടുകാരും ചേർന്ന് ക്യാമ്പ് തുടങ്ങണമെന്ന ആവശ്യവുമായി അവയൂർ പള്ളി കമ്മിറ്റിയെ സമീപിച്ചത്. കമ്മിറ്റി അംഗങ്ങൾ സ്ഥലം പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് രാത്രിയിൽ തന്നെ ഇവരെ മാറ്റിപ്പാർപ്പിക്കുവാനുള്ള അവസരം ഒരുക്കി നൽകിയത്. കമ്മിറ്റിക്ക് കീഴിലുള്ള നൂറുൽ ഹുദ മദ്രസയുടെ മുകളിലെ 4 ക്ലാസ് റൂം താഴത്തെ നിലയിലേക്ക് മാറ്റിയാണ് കുടുംബങ്ങൾക്ക് താമസിക്കുവാനുള്ള അവസരം ഒരുക്കിയത്. ആരോഗ്യ വിഭാഗത്തെ അറിയിച്ചതനുസരിച്ച് എടക്കഴിയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിധയുടെ നേതൃത്വത്തിൽ LHI KP സുനന്ദ, JPHന്മാരായ രമ്യ, മഞ്ജു, JHI സ്വാതി കൃഷ്ണ തുടങ്ങിയവർ ക്യാമ്പിലെത്തി മെഡിക്കൽ പരിശോധന നടത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. പനന്തറ കോളനിയിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. ഇവിടേക്കുള്ള റോഡുകൾ വെള്ളത്തിലായതിനാൽ ഗതാഗതവും മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. ക്യാമ്പിലേക്ക് മാറ്റിയവർക്ക് പുറമെ ഏറെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. വീടിനുള്ളിലേക്ക് വെള്ളം കയറാത്ത സാഹചര്യമുള്ളവർ വീടുകളിൽ തന്നെയാണ് താമസിക്കുന്നതെങ്കിലും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വളരെയധികം പ്രയാസമാണ് അനുഭവിക്കുന്നത്. കുടിവെള്ളമടക്കം ഇവർ പണം കൊടുത്തു വാങ്ങിയാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം മരിച്ച കോതമയുടെ വീട്ടുകാർ ബലികർമ്മം നടത്തിയത് ഇവരുടെ വീടിനു മുകളിൽ വെച്ചാണ്. കിടപ്പിലായ രോഗികളെയും മറ്റും വഞ്ചിയിലും കസേരയിലും ഇരുത്തിയാണ് ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചത്. വാർഡ് മെമ്പർക്ക് പുറമെ പൊതുപ്രവർത്തകരായ ഷൺമുഖൻ മാങ്ങാടി, ഷഹബീർ, T റാഫി, ജ്യോതിലാൽ, VS ചന്ദ്രൻ തുടങ്ങിയവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. ഞങ്ങളുടെ കുടുംബം കൂടിയിട്ടാണ്. അപ്പൊ ആ നിലയ്ക്ക് അവരുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുത്തില്ല. മറ്റൊന്നും നോക്കില്ല. സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ളതൊന്നും മോഹിച്ചല്ല. ഇവർ താൽക്കാലികമായിട്ട് സംരക്ഷണം കൊടുക്കുക. അവർ രക്ഷാപ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൽ പള്ളി കമ്മിറ്റി കൂടി പങ്കാളിത്തം വെച്ച് അവർ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വെച്ച് പള്ളി കമ്മിറ്റിയാണ്. വളരെ ബുദ്ധിമുട്ടിയിട്ട് പ്രയാസപ്പെട്ടിട്ടാണ് ഈ സ്ഥലം പള്ളി കമ്മിറ്റി നമുക്ക് വിട്ടുള്ളത്. അതിന്റെ അർത്ഥം അത്ര അനിവാര്യമാണെന്നുള്ളത്. ഞങ്ങൾ ഈ വിഷയം പള്ളി കമ്മിറ്റിനെ അവതരിപ്പിച്ചപ്പോൾ അവര് സ്ഥലം സന്ദർശിക്കണ്ടായി. സ്ഥലം സന്ദർശിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കണമെന്നുള്ളത് കമ്മിറ്റി തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ചെറുപ്പക്കാരായിട്ട് കുറച്ച് ആളുകൾ ഇതിന് രംഗത്തിറങ്ങിയിട്ടുള്ളത്. താൽക്കാലിക ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഈ സംഗതികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതേസമയം ഏതെങ്കിലും ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ട കാര്യം ആ വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചായത്ത് മെമ്പർ ആരോടും പറഞ്ഞിരുന്നില്ലെന്നും വളരെ വൈകിയാണ് വിവരം അറിയിച്ചതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ പറഞ്ഞു. പുന്നയൂർ, കടപ്പുറം, ഒരുമനയൂർ എന്നീ പഞ്ചായത്തുകൾക്കും ചാവക്കാട് നഗരസഭയ്ക്കുമായി 4 കോടി രൂപ ചെലവഴിച്ച സംസ്ഥാന ദുരിതാശ്വാസ താമസ കേന്ദ്രം ഒരുക്കിയിട്ടുണ്ടെന്നും ഇവിടേക്ക് പോകാനായി ഗതാഗത സൌകര്യവും ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് സംവിധാനങ്ങളും റവന്യൂ വകുപ്പ് നൽകുകയും ചെയ്യും. ഇത്തരത്തിലുള്ള സൌകര്യമുള്ളതിനാലാണ് പ്രാദേശിക ക്യാമ്പുകൾ ഒരുക്കാൻ കഴിയാത്തതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു.